സ്തോത്രം. വേഗം വരുന്ന യേശു ക്രിസ്തുവിനകത്ത് എല്ലാവർക്കും എൻ്റെ സ്നേഹത്തെ അറിയിക്കുന്ന എല്ലാവരും ആയിരിക്കുന്നിടത്ത് കർത്താവ് പരിപാലിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. ഞാൻ എന്താ പറയാൻ പോകുന്ന സങ്കീർത്തനം 31 സങ്കീർത്തനം ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. യഹോവേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അപ്പോൾ നമ്മൾ ആരെ ശരണം പ്രാപിക്കണം? നമ്മൾ ദൈവത്തെ. അപ്പോൾ ദാവീദ് പറയുക, ഞാൻ ദൈവമേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും പറയാൻ സാധിക്കും, ദൈവമേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. ഞാൻ ഒരു നാൾ ലജിച്ചു പോകരുതേ, നിൻ്റെ നീതിമത്തെ എന്നോട് ഇരിക്കണം. അപ്പോൾ ശരണം പ്രാപിക്കുന്നത് കൊണ്ട് ലജിച്ചു പോകത്തില്ല. അതാണ്. അപ്പോൾ നമ്മൾ ലജിച്ചു പോകത്തില്ല. നമ്മൾ ആരെ ശരണമാക്കുന്നത്? ദൈവത്തെ. നിൻ്റെ ചെവി എങ്കിലേക്ക് ചായച്ച് എന്നെ ഇവിടെ ഇരിക്കണം. കണ്ടോ, നീ എനിക്ക് ഉറപ്പുള്ള പാറയായും എന്നെ രക്ഷിക്കേണ്ടതിന് കോട്ടയായിരിക്കണം. അപ്പോൾ എന്തൊക്കെയുണ്ടോ? പാറയായും കോട്ടയായും ഇരിക്കണം. അതെങ്ങനെയുള്ള ഉറപ്പുള്ളതാണ്? നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയുമല്ല, നിൻ്റെ നാമനിമിത്തം എന്നെ നടത്തി പാലിക്കണം. തിരുനാമ നിമിത്തം എന്നെ നീ നടത്തി പാലിക്കണമേ. അവർ എനിക്കായി ഒളിച്ചു വച്ചിരിക്കുന്ന വലയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. നീ എൻ്റെ ദുർഗമാകുന്നുമില്ല, നിൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ പരമേൽപ്പിക്കും. ആത്മാവ്, ഈ ആത്മാവിനെ തന്നിരിക്കുന്ന ദൈവം ആണ്. ഈ ആത്മാവിനെ നമ്മൾ അവസാനം നമ്മൾ ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോൾ ഈ ആത്മാവിനെ ദൈവത്തിലേക്ക് തിരികെ പരമേൽപ്പിക്കണം. ആത്മാവിൻ്റെ ദൈവത്തിന് വേണം. നമ്മുടെ ഈ ശരീരം ഒന്നും ദൈവത്തിന് വേണ്ട, പക്ഷേ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ആത്മാവിനെ ദൈവത്തിന് വേണം. അവർ എനിക്കായി ഒളിച്ചു വച്ചിരിക്കുന്ന വലയിൽ നിന്ന് എന്നെ വിടുവിക്കണം. നീ എൻ്റെ ദുർഗമാകുന്നില്ല, നിൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ പരമേൽപ്പിക്കുന്നുണ്ടോ? വിശ്വസ്ത ദൈവമായ യഹോവേ നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. അപ്പോൾ വീണ്ടെടുത്തത് ആരാണ്? നമ്മളെ വീണ്ടെടുത്തത്, സ്വന്തം ജീവൻ നൽകി വീണ്ടെടുത്തതാണ് നമ്മുടെ രക്ഷകൻ, രക്ഷിതാവ്. ആ രക്ഷിതാവിന് നമ്മുടെ ആത്മാവിനെ വേണം. മിഥ്യാമൂർത്തിയുടെ ഞാനും യഹോവയിൽ ആശ്രയിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? യഹോവയിൽ ആശ്രയിക്കണം. ഞാൻ നിൻ്റെ ദയയിൽ ആനന്ദിച്ച് സന്തോഷിക്കുന്നു. ഇവിടെ ദയയിൽ ആനന്ദിച്ച് സന്തോഷിക്കുന്നു. നീ എൻ്റെ അരിഷ്ടതയെ കണ്ട് എൻ്റെ പ്രാണസങ്കടം അറിയണം. നമ്മുടെ അരിഷ്ടത, നമ്മുടെ സങ്കടങ്ങൾ എല്ലാം അറിയുന്ന ആളാണ് ആര്? ദൈവം. ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നീ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എൻ്റെ കാലുകൾ നീ വിശാല സ്ഥലത്ത് നിർത്തിയിരിക്കും. കണ്ടോ? യഹോവ എന്നോട് കൃപയുണ്ടാകണം, ഞാൻ കഷ്ടത്തിലായിരിക്കുന്നു. വ്യസനം കൊണ്ട് എൻ്റെ കണ്ണും പ്രാണനും ഉദരവും ക്ഷയിച്ചിരിക്കും. അപ്പോൾ നമ്മൾ കഴിക്കാതിരിക്കുമ്പം, അല്ല നമ്മൾക്ക് മനസ്സിന് വിഷമം വരുമ്പോൾ നമ്മൾ കഴിക്കത്തില്ല, അല്ല മനസ്സിന് വിഷമം വരുമ്പോൾ ടെൻഷൻ അടിക്കും. അപ്പോഴൊക്കെ നമ്മുടെ ശരീരം വളരെ ക്ഷീണിക്കും. എന്താ, നമ്മൾക്ക് ശരീരത്തിന് പുഷ്ടി നൽകി തരുന്ന ആരാണ്? ദൈവമാണ്. ഈ പുഷ്ടി ലഭിക്കുന്നതിന് വേണ്ടി കർത്താവിൻ്റെ വചനം വായിക്കണം കേട്ടോ. കർത്താവിൻ്റെ വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു പുഷ്ടി നമ്മളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇന്ന് ആഹാരം കഴിച്ചും നമ്മൾ ബലപ്പെടണം, ഇന്ന് ആത്മീയമായ ആഹാരം കഴിച്ചും നമ്മൾ ബലപ്പെടണം. എൻ്റെ ആയുസ് ദുഃഖം കൊണ്ട്, എൻ്റെ സംവത്സരങ്ങൾ നെടുവീർപ്പ് കൊണ്ടും കഴിഞ്ഞു പോയിരിക്കുന്നു. എൻ്റെ ആർത്തി നിമിത്തം എൻ്റെ ബലം ക്ഷീണിച്ചും എൻ്റെ അസ്ഥി ക്ഷയിച്ചു ഇരിക്കുന്നു. നമ്മൾക്ക് വിഷമില്ലാത്തൊരാരും ഇല്ലെന്നേ. പക്ഷേ ഈ വിഷമത്തിൽ നിന്ന്, അല്ലെ ദുഃഖത്തിൽ നിന്ന്, ആപത്തിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കാൻ ആർക്ക് സാധിക്കും? എൻ്റെ അപ്പോൾ യേശുവിന് സാധിക്കും. സ്തോത്രം. എൻ്റെ സകല വൈരുകളാൽ ഞാൻ നിന്ദനായിത്തീർന്നു. എൻ്റെ അയൽക്കാർക്ക്, ഇനി എൻ്റെ മുഖപരിചയക്കാർക്ക് ഞാൻ ഭയഹേതുവെ വെച്ചു. നമുക്ക് ഭയമൊക്കെ ഉള്ളിൽ തട്ടുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നും. നമുക്ക് ഒരാളെ നോക്കി സംസാരിക്കാൻ ബുദ്ധിമുട്ട് വരും. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ, ഭയം, ഉത്കണ്ഠ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ വിടുവിക്കാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും. നിങ്ങൾക്ക് ആയിരിക്കുന്നിടത്ത് കർത്താവ് പരിപാലിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ, വിവിധ അനുഗ്രഹങ്ങൾ നന്മള നിറയ്ക്കട്ടെ. സന്തോഷത്തോടുകൂടി യാത്ര ചെയ്യുക. ദൈവം കൂടിയിരുന്ന് വഴി നടത്തും. പാറയായും കോട്ടയായും ഒക്കെ ഇരുന്ന് ദൈവം വഴി നടത്തും. ദൈവത്തിൽ ആശ്രയിച്ച് ഓരോരുത്തരും മുമ്പോട്ട് യാത്ര ചെയ്യുക. ദൈവത്തെ സ്വന്തം ജീവൻ നൽകിയാണ് നമ്മളെ ഓരോരുത്തരെയും ദൈവം വീണ്ടെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ പരമേൽപ്പിച്ച് നമ്മൾക്ക് ഓരോരുത്തർക്കും യാത്ര ചെയ്യുക. നമ്മുടെ കൂടെ എന്നും ദൈവം കാണും. ആ ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെയുണ്ട്. ആ കരത്തെ നമ്മൾ മുറുകെ പിടിച്ച് യാത്ര ചെയ്യുക. ഒരിക്കലും ദൈവം കൈവിടത്തില്ല, നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. ഉപേക്ഷിച്ചാൽ ഉപേക്ഷിക്കുന്നവനല്ല ദൈവം. അതാണ് ദൈവം. ആ ദൈവം കൂടിയിരുന്ന് നമ്മളെ വഴി നടത്തും, രക്ഷയുടെ നിർവ്വന നിറയ്ക്കും. എല്ലാവരും ആയിരിക്കുന്നിടത്ത് കർത്താവ് പരിപാലിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ, നന്മള നിറയ്ക്കട്ടെ. എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലെസ് യു.